ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളും കൂടിയും മഞ്ചേരിയിലുള്ള ഫാമിലിയിൽ വന്നതാട്ടോ. ഫാമിലിയിൽ ഇപ്പോൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. കോട്ടണിലൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അനിയത്തി ഒന്ന് രണ്ടെണ്ണമൊക്കെ ട്രയൽ ചെയ്തു. ആൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം എടുക്കും കേട്ടോ. അങ്ങനെ കുറേ ടൈം എടുത്തിട്ടാട്ടോ ആൾ ഡ്രസ്സ് വാങ്ങിച്ചു. ആ സമയം ഞാനവിടെ പോസ്റ്റായിട്ട് ഇരിക്കല്ലേ, ഞാൻ ഒന്ന് രണ്ട് ലേസൊക്കെ നോക്കിട്ടോ. വാങ്ങിച്ചതൊന്നുമില്ല. കുറേ നേരം ഇരുന്നപ്പോൾ വെറുതെ നോക്കിയതാണ്. പിന്നെ ആൾക്ക് ഡ്രസ്സൊക്കെ കിട്ടി. ഞങ്ങളതൊക്കെ കൊണ്ട് ഞങ്ങൾ പോകുന്നുട്ടോ. ഇനി പോകുന്നത് എജുമാർട്ടിക്കാണ്. എൻ്റെ മോന് മദ്രസത്തെ ബുക്സൊക്കെ വാങ്ങിക്കാണ്ട്. അതേപോലെ അനിയത്തിക്കും എന്തൊക്കെ ബുക്സൊക്കെ വാങ്ങിക്കണം പറഞ്ഞാൽ ഞങ്ങൾ എജുമാർട്ടിക്ക് വന്നതാട്ടോ. ഞാൻ ഈ എജുമാർട്ടിൽ വന്നാൽ ഈ ഒരു ബുക്സിൻ്റെ സെക്ഷൻ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനൊരു കാലത്ത് നന്നായിട്ട് സ്റ്റോറീസും നോവലൊക്കെ വായിച്ചിരുന്ന ആളായിരുന്നു കേട്ടോ. ഈ ഒരു ഫോണൊക്കെ വരുന്നതിൻ്റെ മുമ്പായിരുന്നു കേട്ടോ. അന്നൊക്കെ ഞാൻ ആ ബുക്സിന് ഭയങ്കര ഒരു അഡിക്റ്റായിരുന്നു. ഫോണൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ബുക്സ് വായിക്കലും ഇല്ല, വാങ്ങലും ഇല്ല, ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് വാങ്ങിക്കാൻ, പക്ഷെ എന്തോ ഞാൻ വായിക്കൂല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത് കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഫാൻസിക്ക് വന്നിട്ടോ. എൻ്റെ അനിയത്തിക്ക് ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാൻസിക്ക് വന്നതായിരുന്നു. ആദ്യം നോക്കിയത് പാദസരമാണ് കേട്ടോ. അതെന്താ അവൾക്ക് സെറ്റായില്ല കേട്ടോ. ഞാനൊരു ഐറ്റം കണ്ടിത്തരേ, ഇത് എൻ്റെ കുട്ടിക്കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. എൻ്റെ അപ്പം എനിക്കിത് സൗദിയിൽ നിന്ന് കൊടുന്നതിനു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത്. ഈ ഒരു ക്ലിപ്പുമുള്ള ഈ ഒരു പൂമ്പാറ്റ അന്ന് ഭയങ്കര ട്രെൻഡിങ്, എന്തോ ഒരു നൊസ്റ്റാൾജി ഫീലാട്ടോ എനിക്കിത് കണ്ടപ്പോൾ. ഭയങ്കര സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് റിങ്ങൊക്കെ നോക്കിയിട്ടോ. ഞാൻ ഈ ഒരു റിങ് എടുത്തു. എൻ്റെ അനിയത്തി അതുപോലെ ഒന്ന് രണ്ട് റിങ് ഓളും വാങ്ങിച്ചിട്ടോ. പിന്നെ ഒക്കെ സെക്കൻഡ് സ്റ്റെഡ് വേണം പറഞ്ഞിട്ട് നോക്കേണ്ടത്. അങ്ങനെ സെക്കൻഡ് സ്റ്റെഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ പോന്നപ്പോൾ മഴയില്ലായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞാൽ നമുക്ക് നടക്കാൻ, അങ്ങനെ ഞങ്ങൾ രണ്ടാളും നടന്നു പോന്നിട്ടു. ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ സിറ്റി പോയിൻറ്റും ഫാമിലിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് പോന്നപ്പോൾ ഞങ്ങൾ സ്കൂൾ റോഡിനാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഞാൻ 1 മുതൽ +2 വരെ പഠിച്ച സ്കൂളാട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് സ്കൂൾ. പക്ഷേ സ്കൂളിൽ നിന്ന് പോകുന്നതിൻ്റെ ശേഷം ഇതുവരെ എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കയറിയിട്ട്